VIT വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ച ഒരു ക്യാമ്പസ് ആണ് VIT എന്നുള്ളത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ VITയുടെ വിവിധ ക്യാമ്പസുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീഡിയോ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. അവിടെയുള്ള പ്രധാനപ്പെട്ട അക്കാഡമിക് പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു എക്സാൻവർ ലേണിംഗ്. പ്രധാനമായിട്ട് 5 ഓഫ് ക്യാമ്പസുകളാണ് VITക്കുള്ളത്. വെല്ലൂർ, ചെന്നൈ, അമരാവതി, ഭോപ്പാൽ ആൻഡ് മൗറീഷ്യസ്. ഇത്രയും ക്യാമ്പസുകൾ VITക്ക് അക്രോസ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള റാങ്കിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ഥാപനത്തിന്റെ റാങ്കിങ്സ് ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് നമുക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. യൂണിവേഴ്സിറ്റി റാങ്കിംഗ് പ്രകാരം NIRF റാങ്കിങ്ങിലെ യൂണിവേഴ്സിറ്റി ഓൾ ഓവർ റാങ്കിങ്ങിൽ 10ാമത്തെ റാങ്ക് ഈ VIT ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട്. എഞ്ചിനീയറിംഗ് റാങ്കിൽ 11ാമത്തെ റാങ്ക് VIT കരസ്ഥമാക്കിയിരിക്കുന്നു. റിസർച്ച് റാങ്കിൽ 13ാമത്തെ റാങ്കും ഓവറോൾ കാറ്റഗറി പ്രകാരം 19ാമത്തെ റാങ്കുമാണ് VITക്ക് NIRF റാങ്കിങ്ങിലുള്ളത്. ഇനി NAC പ്രകാരം A++ അക്രഡിറ്റഡ് റാങ്ക് ആണ് ഈ പറഞ്ഞ VIT എന്ന് പറയുന്ന സ്ഥാപനത്തിനുള്ളത്. ഷാങ്ഹായ് റാങ്കിംഗ് പ്രകാരം ഇന്ത്യയിൽ 2ാമത്തെ റാങ്ക് ആണ് VITക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗ്ലോബൽ റാങ്കിംഗ് പ്രകാരം 501ന്റെയും 600ന്റെ ഇടയിലാണ് VIT നേടിയിരിക്കുന്നത്. ദ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് 2025 പ്രകാരം ഗ്ലോബൽ റാങ്ക്സ് പ്രകാരം 601നും 800നും ഇടയിലാണ്. വളരെ നല്ലൊരു റാങ്ക് തന്നെയാണ് VITക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സിൽ ബൈ സബ്ജക്റ്റിൽ 12 സബ്ജക്റ്റുകൾ ടോപ്പ് 500 യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് 12 സബ്ജക്റ്റുകൾ ടോപ്പ് 500ന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലെ ഗ്ലോബൽ റാങ്ക് പ്രകാരം 791നിടയിലും 800നിടയിലുമാണ് കാണാൻ പറ്റുന്നത്. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലെ ബൈ സബ്ജക്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കാറ്റഗറിയിൽ വേൾഡ് റാങ്ക് 212 എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് VITക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഏഷ്യയിൽ വേൾഡ് റാങ്ക് 150 എന്ന് പറയുന്ന റാങ്കിലേക്കും VIT കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി VITയിലുള്ള പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് പാക്കേജ് INR 1 CR per annum, ഒരു വർഷം 1 കോടി രൂപയാണ് ഹയസ്റ്റ് പാക്കേജ് ആയിട്ട് VITയിൽ നിന്നും പ്ലേസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളത് കാണാൻ പറ്റും. ഓവറോൾ ഓഫേഴ്സ് 8892 പ്ലേസ്മെന്റുകളും ഓവറോൾ ആയിട്ട് VITയിലുള്ള വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്ലേസ്മെന്റ്സ് എന്നുള്ളത് നമുക്ക് ക്യുക്കായിട്ട് മൊത്തത്തിൽ VITയുടെ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഈ ഒരു ഓവറോൾ പിക്ചറിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി VITയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് VIT എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസ്. ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ നമുക്ക് നോക്കാം. +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പ്രധാനമായിട്ട് 48 UG പ്രോഗ്രാമുകളാണ് VITയിലുള്ളത്. 31 മാർച്ച് 2025 VITയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷന്റെ അപ്ലിക്കേഷൻ സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. VIT എൻട്രൻസ് എക്സാമിനേഷൻ നമ്പർ ഓഫ് ഡേയ്സ് വിൽ വാരി ഓഫ് ടെസ്റ്റ് സെന്റേഴ്സ് 21 ഏപ്രിൽ മുതൽ 27 ഏപ്രിൽ വരെ ടെന്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. ഈ പറയുന്ന ഡേറ്റുകളിലാണ് VIT എൻട്രൻസ് എക്സാമിനേഷൻ നടക്കാനിരിക്കുന്നത്. റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 30 കൂടിയിട്ടാണ്. ടെന്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. കൗൺസിലിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് മാസത്തിലാണ് എന്നുള്ളതും നമുക്ക് ഇമ്പോർട്ടന്റ് ഡേറ്റ്സുകളുടെ കൂട്ടത്തിൽ പ്രോസ്പെക്ടസിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി എന്തൊക്കെയാണ് എലിജിബിലിറ്റി, VIT എൻട്രൻസ് ടെസ്റ്റ് എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നാഷണാലിറ്റി ആണ് പ്രധാനമായിട്ടുള്ളത്. The applicant for VIT EEE should be a resident or non-resident Indian national, OCI, over citizenship of India, PIO, person of Indian origin holder. NRI applicants can directly apply under NRI category through the NRI application form. NRI സ്റ്റുഡൻസിനും VIT എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. Foreign applicants who studying abroad can apply directly through the international application form. So ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിന് എഴുതാം, പുറത്തുള്ള സ്റ്റുഡൻസിനും ഫോറിൻ പ്രത്യേകമായിട്ടുള്ള അപ്ലിക്കേഷൻ ഫോമിലൂടെ അവർക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്നതാണ്. ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് candidates whose date of birth falls on or after 1st July 2003 are eligible to apply for VIT EEE 2025. So ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന് ശേഷമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓൺ ഓർ ആഫ്റ്റർ 1st July 2003 ഈ ഒരു ഡേറ്റിന് ശേഷമുള്ള വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ആ ഡേറ്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള വിദ്യാർത്ഥികൾക്കുമാണ് VIT എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനുള്ള അവസരമുള്ളത്. ഇനി ക്വാളിഫയിങ് എക്സാമിനേഷൻ, ഏത് എക്സാമിനേഷൻ ആണ് അവർ പഠിച്ചിരിക്കേണ്ടത് +2 വരെ എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ദി 10+2 സിസ്റ്റം കണ്ടക്ടഡ് ബൈ എനി റെക്കഗ്നൈസ്ഡ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ബോർഡ്. ഇന്ത്യയിലുള്ള ഏതെങ്കിലും സെൻട്രൽ ഓർ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിൽ 10+2 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ VIT എൻട്രൻസ് ടെസ്റ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇന്റർമീഡിയറ്റ് ഓർ 2-year pre-university examination conducted by a recognized board or university
General Certificate Education GCE examination, London or Cambridge or Sri Lanka at the advanced A level. ഈ പറയുന്ന 3 ക്വാളിഫിക്കേഷൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് VIT എൻട്രൻസ് ടെസ്റ്റ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. ഇനി ഫോറിൻ കൺട്രീസിലുള്ള സ്റ്റുഡൻസിന് പ്രത്യേകമായിട്ട് ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഓഫ് ദി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി or international baccalaureate diploma of the international baccalaureate office Geneva. ഇവിടെയുള്ള ഈ സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് VIT എൻട്രൻസ് ടെസ്റ്റ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. സീനിയർ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ കണ്ടക്ടഡ് ബൈ ദി NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. ഓപ്പൺ സ്കൂളിംഗ് പഠിച്ചിട്ടുള്ള ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും VITയുടെ എൻട്രൻസ് ടെസ്റ്റ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. അപ്പൊ നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരുപാടധികം വിദ്യാർത്ഥികൾ NIOS രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് സ്വയം പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള VIT പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ് എന്നുള്ളതോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്ലിക്കൻസ് ഹു ഹാവ് കംപ്ലീറ്റഡ് ദ ക്ലാസ് 12 ഫോർ ഇക്വലന്റ് എക്സാമിനേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ പുറത്തുള്ള കുട്ടികൾ, ഇന്ത്യക്ക് പുറത്തുള്ള കുട്ടികളാണെങ്കിൽ ഷുഡ് പ്രൊഡ്യൂസ് ആൻ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് ടു ദ എഫക്ട് ദാറ്റ് ദ എക്സാമിനേഷൻ ദേ ഹാവ് പാസ്ഡ് ഈസ് ഈക്വലന്റ് ടു ദി ക്ലാസ് 12 എക്സാമിനേഷൻ വിത്ത് ദ ഗ്രേഡ് CGPA കൺവേർട്ടഡ് ടു പെർസെന്റേജ്. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നാഷണൽ ലെവലിൽ നടക്കുന്ന ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഇന്ത്യക്ക് പുറത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. സോ VIT എൻട്രൻസ് എക്സാമിനേഷനും ഈ പറഞ്ഞ പോലെ തന്നെ ഫോറിൻ കൺട്രീസിൽ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഒരു ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്നുള്ളത് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇനി ബയോളജി ഇല്ലാത്ത കോമ്പിനേഷൻ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് VIT എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം. ഇനി ബയോളജി ഉള്ള കോമ്പിനേഷൻ ആണെങ്കിലും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉള്ള കോമ്പിനേഷൻ ആണെങ്കിലും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള കോമ്പിനേഷൻ ആണെങ്കിലും VITയുടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട സംഗതി. അപ്പോൾ പരമാവധി ഈ ഒരു ഇൻഫർമേഷൻ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ വീഡിയോ ഒരിക്കലും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ PCB applicants who have attempted ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് BPCEA, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഇത്രയും സബ്ജക്ട്സിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി. ഇനി അല്ലെങ്കിൽ MPCEA, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ്, ബയോളജി ഇല്ലാത്ത കോമ്പിനേഷനിൽ വരുന്ന ആളുകൾ MPCEA എന്ന് പറയുന്ന എക്സാമിനേഷൻ കോമ്പിനേഷൻ എഴുതിയിട്ടുള്ള ആളുകൾക്ക് ഇത്രയും പ്രോഗ്രാംസിലേക്കാണ് എലിജിബിലിറ്റി ഉള്ളത്. BTech ബയോടെക്നോളജി VIT വെല്ലൂർ, BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബയോ ഇൻഫർമാറ്റിക്സ് VIT വെല്ലൂർ, BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് VIT വെല്ലൂർ, BTech ബയോ എഞ്ചിനീയറിംഗ് VIT ഭോപ്പാൽ, BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് VIT ഭോപ്പാൽ, BTech ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി VIT വെല്ലൂർ. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻസിൽ എക്സാം എഴുതിയിട്ടുള്ള ആളുകൾക്ക് ഇത്രയും പ്രോഗ്രാമിലേക്ക് മാത്രമാണ് എലിജിബിലിറ്റി ഉള്ളത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി BTech പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നീണ്ട ഒരു ലിസ്റ്റ് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് VITയുടെ കൃത്യമായിട്ടുള്ള പ്രോസ്പെക്ടസും അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനി പാറ്റേൺ ഓഫ് ദി എൻട്രൻസ് എക്സാമിനേഷൻ, എന്താണ് എക്സാമിനേഷൻ പാറ്റേൺ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ, ആൾ ക്വസ്റ്റ്യൻസ് വിൽ ബി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് ഫോളോയിങ് സെക്ഷൻസ് മാത്തമാറ്റിക്സ് ഓർ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ്. മാത്തമാറ്റിക്സ് ഓർ ബയോളജി എന്നുള്ള ഭാഗങ്ങളിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ ബയോളജി, 2 ഓപ്ഷൻസ് കുട്ടികൾക്ക് ചൂസ് ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ് എല്ലാവർക്കും കോമൺ ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ഈസ് ഫോളോഡ് ബൈ 4 ചോയ്സസ്. ദ കാൻഡിഡേറ്റ് ഷുഡ് ചൂസ് ഓൺലി 1 ചോയ്സ് ആൻഡ് സബ്മിറ്റ് ദ സെയിം. നോ നെഗറ്റീവ് മാർക്ക് ഫോർ റോങ് ആൻസേഴ്സ്. നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. VIT എൻട്രൻസ് എക്സാമിനേഷനിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇനി ദ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി ഇൻ ഇംഗ്ലീഷ് ഓൺലി. ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. മോക്ക് ഓർ ഡെമോ ടെസ്റ്റുകളൊക്കെ വെബ്സൈറ്റിൽ www.vit.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഡെമോ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്ലിക്കേഷൻ ഫീ 1350 rupees ആണ്. For more details www.vit.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ഡീറ്റെയിൽഡ് സിലബസും പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി സ്കോളർഷിപ്സ് ബേസ്ഡ് ഓൺ VIT എൻട്രൻസ് എക്സാമിനേഷൻ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. VIT എൻട്രൻസ് എക്സാമിനേഷനിൽ റാങ്ക് ഹോൾഡേഴ്സ് ഓഫ് 1 to 10, 1 മുതൽ 10 വരെയുള്ള റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ 100% ട്യൂഷൻ ഫീ ആണ് അവരുടെ 4 വർഷങ്ങളിലുള്ള ട്യൂഷൻ ഫീയിൽ റിഡക്ഷൻ കിട്ടുന്നത്. ഇനി 11 മുതൽ 50 വരെയുള്ള റാങ്കിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 75% ട്യൂഷൻ ഫീ വേവിയർ ഉണ്ടായിരിക്കും. ഇനി 51 to 100 റാങ്കിലുള്ള കുട്ടികൾക്കാണെങ്കിൽ 50% ആയിരിക്കും ഫീ വേവിയർ ഉണ്ടായിരിക്കുക. ഇനി 101 to 500 ഇടയിലുള്ള റാങ്കുള്ള കുട്ടികൾക്കായിരിക്കും 25% ട്യൂഷൻ ഫീ വേവിയർ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്
പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഫീ സ്ട്രക്ചർ എന്നുള്ളത്, ഫീ സ്ട്രക്ചർ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുക, കാരണം VIT ഉള്ള ഫീ സ്ട്രക്ചർ കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണ് ഏകദേശം ഫീ വരുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫീ സ്ട്രക്ചർ ആഡ് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പ് A ആൻഡ് ഗ്രൂപ്പ് B എന്നുള്ള 2 രൂപത്തിലാണ് കോഴ്സുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ഗ്രൂപ്പ് Aയിലുള്ളതും ഗ്രൂപ്പ് Bയിലുള്ളതും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പ്രോസ്പെക്ടസിലുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള പ്രോസ്പെക്ടസിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഗ്രൂപ്പ് Aയിലുള്ളത് ഏകദേശം ട്യൂഷൻ ഫീ തന്നെ 1,73,000 സംതിങ് വരുന്നുണ്ട്. ഗ്രൂപ്പ് Bയിലുള്ളത് 1,95,000 റുപ്പീസ് ഫീ ആയിട്ട് കാണാൻ പറ്റും. കോഷൻ ഡെപ്പോസിറ്റ് ടോട്ടൽ എന്ന് പറയുന്ന സ്പ്ലിറ്റുകളൊക്കെ ഫീ സ്ട്രക്ചറിന്റെ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. ഇനി നിങ്ങൾ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പാരന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സിബ്ലിങ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ അവരെ അറിയിക്കുക. നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കോഴ്സ് സയൻസിൽ മാത്സിലൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തി വരുന്നുണ്ട്. IITiansഉം NITiansഉം ഡോക്ടേഴ്സുമാണ് ഈ ഒരു പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള, സിവിൽ സർവീസ് രംഗങ്ങളിലേക്ക് പോകാൻ താല്പര്യമുള്ള, സയൻസ് ടെക്നോളജി റിസർച്ച് മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ള, ടീച്ചിങ്ങിലേക്ക് പോകാൻ താല്പര്യമുള്ള, സയൻസും മാത്സും ഇഷ്ടപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും യൂസ്ഫുൾ ആകുന്ന രൂപത്തിലാണ് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. മാക്സിമം കോമ്പറ്റീറ്റീവ് എക്സാമുകളുടെ ഒരു എക്സ്പോഷർ കുട്ടികൾക്ക് കിട്ടുക എന്നുള്ള ഉദ്ദേശം കൂടിയിട്ടാണ് ഈ പറയുന്ന കോഴ്സ് നമ്മൾ നടത്തി വരുന്നത്. ഏകദേശം 3000-ലധികം വിദ്യാർത്ഥികൾ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ചാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് ഷോർട്ട് കോണ്ടന്റ്സ് ആയിട്ട് കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് എക്സാമുകളൊക്കെ എഴുതി നമ്മുടെ ഫാക്കൽറ്റീസുമായിട്ട് ലൈവ് ഇന്ററാക്ട് ചെയ്ത് ഒരു കുട്ടിക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും. നമ്മുടെ ഫാക്കൽറ്റീസ് ഡിസൈൻ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾക്ക് അവർക്ക് കവർ ചെയ്യാൻ പറ്റും. അവരുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നമ്മുടെ കംപ്ലീറ്റ് നമ്മളെ NCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വീക്ക്ലി എക്സാമുകൾ, ടേം എക്സാമുകൾ, ഇതൊക്കെ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ടാകും. കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ലിങ്കിലോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഇൻട്രസ്റ്റ് രേഖപ്പെടുത്താം. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് JEE ആണ് താല്പര്യമുള്ള വിദ്യാർത്ഥികളെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ആദ്യത്തെ JEE എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലസ് ബ്ലെൻഡഡ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എക്സാൻവ ലേണിംഗും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലും ചേർന്ന് ഒരുക്കുന്ന ഈ JEE പ്രോഗ്രാമിലും ഒരുപാടധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് ക്വിക്കായിട്ടൊന്ന് പറയാം. ലൈവ് സെഷൻസ്, ടെസ്റ്റ് സീരീസ്, മെന്റർഷിപ്പ് സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഇതൊക്കെ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആവുന്നതാണ്. ലൈവ് ക്ലാസ്സുകളും വീക്ക്ലി എക്സാമുകളൊക്കെ 720 hours ആണ് ലൈവ് ക്ലാസ്സുകളുള്ളത്. വീക്ക്ലി എക്സാംസ് ആണെങ്കിൽ 40 ടെസ്റ്റുകളാണുള്ളത്. ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. 120 ഇൻ ഈച്ച് സബ്ജക്റ്റ് ആണ് DPP പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. മന്ത്ലി എക്സാമുകൾ 10 എണ്ണം നമ്മൾ നടത്തി വരുന്നുണ്ട്. സോ കൂടുതൽ വിവരങ്ങളെല്ലാം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. നിങ്ങളുടെ കരിയർ സംശയങ്ങളും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാം. കരിയർ കണക്ട് എന്നുള്ള പേരിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ സീരീസിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. സോ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാം. താങ്ക് യു.